14 ലക്ഷം മുടക്കിയ വണ്ടിക്ക് 5 ലക്ഷം പോലും 3 വർഷം കൊണ്ട് കിട്ടണില്ല എന്നുള്ളത് അവരുടെ വേദന നമുക്ക് മനസ്സിലാവും. നമുക്കറിയാമല്ലോ. പല ആളുകളും ചോദിക്കും എന്തുകൊണ്ടാണ് കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുന്നത്. അവിടെയാണ് നമുക്കൊരു മണ്ടത്തരം വരുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും ഇത് ശരിയാക്കി, ഇത് കംപ്ലൈൻറ്റ് വരില്ല. ഒരു 5000 കിലോമീറ്റർ ഓടും, കംപ്ലൈൻറ്റ് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്ത് തരും, പിന്നെ ഓടും. അപ്പോൾ നമ്മൾ വിചാരിക്കും കംപ്ലൈൻറ്റ് മാറി. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും വേറൊരു കംപ്ലൈൻറ്റ് അല്ലേ. ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് എൻ്റെ അത്ര കിലോമീറ്റർ ഒക്കെ ആയത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 40,000-45,000 കിലോമീറ്റർ ആയപ്പോഴത്തേനും ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വണ്ടി ശരിയായി. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബറായിട്ടുള്ള സുഹൃത്തിനോട് ഈ വണ്ടി നല്ലതാണെന്നൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും പണികൾ വരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററിൻ്റെ ഇടയിൽ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നില്ല, വണ്ടി ഫ്ലാറ്റിൽ കിടക്കുകയായിരുന്നു, വലിയ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ട് പറയാൻ നിങ്ങളോട് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ വണ്ടി ഇവിടെ ഉള്ള പല വണ്ടികളെക്കാളും കൂടുതലായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 400 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് വരും. ഇടയ്ക്ക് ഫുഡ് ബ്രേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ അത്രയധികം ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ എഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഓവർ ഹീറ്റ് ആവും. ഈ എഞ്ചിൻ ഇത്ര ഹീറ്റ് ആയിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കമ്പോണൻസിനൊക്കെ കംപ്ലൈൻറ്റ് വരും.